ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് KTU 2024 സ്കീമിൻ്റെ ഗ്രൂപ്പ് എ മാത്തമാറ്റിക്സ് കെമാറ്റ് 201ൻ്റെ മൊഡ്യൂൾ 3, അതായത് ഇന്നർ പ്രോഡക്റ്റ് ആണ്. സോ ഈ പാർട്ടിൽ ഞാൻ ഡീൽ ചെയ്യാൻ പോകുന്നത് വെക്ടേഴ്സ്, അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ്, ലെങ്ത്, ഡിസ്റ്റൻസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും. സോ അതിൻ്റെ ഇക്വേഷൻസിൻ്റെ ഒപ്പം ഞാൻ എക്സാമ്പിൾസോടെ പറഞ്ഞു പോകുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ ദിസ് പാർട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് എക്സ്ട്രാ പ്രോബ്ലംസ് ഉള്ളൊരു പാർട്ടും ഞാനിടും. സോ ഈ പാർട്ട് മിസ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ മൊഡ്യൂൾ. സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് എ വെക്ടർ ഇൻ ആർ എൻ എന്നാണ്. അതായത് ലെങ്ത് എന്നോ നോം എന്നല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്നൊക്കെ നമ്മൾ പറയും. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ. ആൻഡ് വി എന്ന് പറയുന്നത് ആർ എന്നിനകത്ത് ഒരു വെക്ടറാണ്. അതായത് n എലമെൻറ്റ്സ് കാണും ആ വിനകത്ത്, ആ വെക്ടറിനകത്ത്. ദെൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത് നോം വി ഇസ് ഈക്വൽ ടു √(v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ പ്ലസ് അപ് ടു vn സ്ക്വയർ ആണ്. ആൻഡ് ഇഫ് നോം വി എന്ന് പറയുന്നത് നമുക്ക് ഈക്വൽ ടു 1 ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഇറ്റ് ഇസ് എ യൂണിറ്റ് വെക്റ്റർ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ്സ് ഡു ഇറ്റ്. ഓക്കെ, സോ ഇതിവിടെ ഞാൻ 2 എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഒന്ന് R5 ഒരു വിയും ഒന്ന് R3 ഒരു വെക്ടറും. സോ ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. സോ ഫസ്റ്റ് വൺ R5 ഒരു എലമെൻറ്റ് 0, -2, 1, 4, -2 എന്നുള്ളതാണ്. സോ ലെങ്ത് ഓഫ് വി ഈസ് ഈക്വൽ ടു √0 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു √25. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് നമുക്ക് കിട്ടും. സോ ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കുക. ഇത് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ചെയ്ത് കഴിഞ്ഞാലാണ് അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എക്സാമിനൊക്കെ എഴുതുമ്പോൾ ചെയ്യാൻ കിട്ടത്തുള്ളൂ. ഇതൊക്കെ വല്ല 3 മാർക്കിന് ഒരു സബ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിച്ചാലേ ഉള്ളൂ. ബട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഇൻ R3 ലെങ്ത് ഓഫ് വി എന്ന് പറയുന്നത് 2/√17 -2/√17 3/√17 എന്ന് നമ്മുടെ തന്നിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് ഓഫ് വി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? √2/√17 the whole square plus -2/√17 the whole square plus 3/√17 the whole square that is equal to √17/√17 നമുക്ക് കിട്ടും. അതെന്താണ്? 1 ആണ്. അപ്പോൾ ഇവിടെ നോം വി ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടിയല്ലേ. അപ്പോൾ അതെന്താണ്? ഇറ്റ് ഇസ് എ യൂണിറ്റ് വെക്ടറോടെയാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു നോട്ട് പോലെ അറിഞ്ഞിരിക്കുക. 2 non-zero vectors u and v in Rn are parallel when one is a scalar multiple of other. ദാറ്റ് ഇസ് u is equal to cv. അതായത് 2 വെക്ടേഴ്സ് Rnകത്ത് 2 വെക്ടേഴ്സ് എപ്പോഴാണ് പാരലൽ ആവുക? ഒരെണ്ണം മറ്റേതിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആവുമ്പോൾ എന്നാണ്. അപ്പോൾ c >0 ആണെങ്കിൽ അതിന് രണ്ടിനും സെയിം ഡയറക്ഷൻ ആയിരിക്കും. കാരണം c എന്താണ്? ഒരു പോസിറ്റീവ് ആയിരിക്കില്ലേ അവിടെ? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആയിരിക്കും. ആൻഡ് ഇഫ് c is less than 0 അതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. കാരണം c നെഗറ്റീവ് ആയിരിക്കും അവിടെ. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു നോട്ടായിട്ട് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ലെങ്ത് ഓഫ് എ സ്കെയിലർ മൾട്ടിപ്പിൾ. ആൻഡ് അതിൻ്റെ ഒരു ചെറിയൊരു ഒരു ഇക്വേഷനാണ്, ലൈക്ക് ഒരു പ്രോപ്പർട്ടിയാണ്. നോം സി വി ഇസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സി ഇൻറ്റു നോം വി എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രൂഫായിട്ട് നമുക്ക് ചോദിക്കും. സോ നമുക്ക് പ്രൂഫായിട്ട് വല്ല 3 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്കതൊന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ പ്രൂഫ്. അപ്പോൾ സി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സി എന്ന് പറയുന്ന ഒരു സ്കെയിലറാണ് ഇൻ റിയൽ നമ്പർ. ഓക്കെ, ആൻഡ് വി എന്ന് പറയുന്നത് Rnകത്ത് ഒരു വെക്ടറാണ്. v1, v2, അപ് ടു vn ആണ്. സി വി എന്ന് പറയുന്നത് എന്താ? cv1, cv2 അപ് ടു cvn ആണ്. അപ്പോൾ ഈ സി വി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നോം സി വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോമിനകത്തേക്ക് നമ്മൾ സി വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇങ്ങനെ കിട്ടും. നോം ഓഫ് cv1, cv2, അപ് ടു cvn എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. √cv1 സ്ക്വയർ പ്ലസ് cv2 സ്ക്വയർ അപ് ടു cvn സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്ത് എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ടേം ഏതാ? സി സ്ക്വയർ അല്ലേ. അപ്പോൾ സി സ്ക്വയർ നമ്മൾ പുറത്തെടുക്കുന്നു. അത് റൂട്ടിൻ്റെ പുറത്തെടുക്കുമ്പോൾ എന്താ? അത് അബ്സല്യൂട്ട് വാല്യൂ ആവില്ലേ? അതായത് ഇപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ളൊരു നമ്പർ ആണെങ്കിൽ അത് സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും, അബ്സല്യൂട്ട് വാല്യൂ ആയിരിക്കും അതിൻ്റെ. അതുകൊണ്ടാണ് നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സി എന്ന് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സി ഇൻറ്റു ബാക്കി ബാലൻസ് വരുന്ന എന്താ? √v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ അപ് ടു vn സ്ക്വയർ എന്നാണ്. അപ്പോൾ നോം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സി ഇൻറ്റു നോം വി എന്ന് നമുക്ക് കിട്ടിയില്ലേ? അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് അല്ലേ? കണ്ടോ? സോ നമ്മൾ ഹെൻസ് വി ഹാവ് പ്രൂവൺ ദാറ്റ് നോം സി വി ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സി ഇൻറ്റു നോം വി. ഓക്കെ, ഇത് വല്ല 3 മാർക്കിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ടിരിക്കുക. നെക്സ്റ്റ് ഇസ് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി. ഒരു യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് u is equal to v by norm v. u is equal to v divided by norm v. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് v equal to 3, -1, 2 ആൻഡ് വെരിഫൈ ദാറ്റ് ദിസ് വെക്ടർ ഹാസ് ലെങ്ത് 1. അപ്പം നമ്മൾ ആദ്യം യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി കണ്ടുപിടിക്കണം. എന്നിട്ട് അതെന്താ ലെങ്ത് 1 ആണെന്നുള്ള നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. ഓക്കെ, നമുക്ക് ആൻസറിലോട്ട് പോവാം. അപ്പോൾ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഞാൻ പറഞ്ഞു തന്നു. v by നോം വി ആണ്. അപ്പോൾ v ആൻഡ് നോം വി എങ്ങനെയാണ് കണ്ടുപിടിക്കുക?
3 സ്ക്വയർ √3 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1/√14 എന്ന് കിട്ടും. അത് v ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/√14, -1/√14, 2/√14. അപ്പോൾ ഇത് ഇനി നമുക്ക് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് v കിട്ടി അല്ലേ. ഇനി ഇത് എന്താ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ ലെങ്ത് 1 ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാം. അപ്പോൾ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ അപ് ടു vn സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടെ 3 വെക്ടർ ഉണ്ട്. അപ്പോൾ v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ പ്ലസ് v3 സ്ക്വയറിൻ്റെ റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും √3/√14 ഹോൾ സ്ക്വയർ -1/√14 ഹോൾ സ്ക്വയർ പ്ലസ് 2/√14 ഹോൾ സ്ക്വയർ. അത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. 1 കിട്ടിയ എന്താണ്? അതൊരു യൂണിറ്റ് വെക്ടറാണ്. ഓക്കെ, സോ വി ഹാവ് പ്രൂവൺ ദാറ്റ് ആസ് വെൽ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ 2 വെക്ടേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ, യുവും വിയും. ആൻഡ് ബോത്ത് ആർ വെക്ടേഴ്സ് ഓഫ് Rn. അപ്പോൾ ഇതിനകത്ത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 വെക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നോം ഓഫ് u മൈനസ് വി. അതായത് ആദ്യം നമ്മൾ u മൈനസ് വി കണ്ടുപിടിക്കും, എന്നിട്ട് അതിൻ്റെ നോം എടുക്കും. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ u ആൻഡ് വി. യു തന്നിട്ടുണ്ട്, വിയും തന്നിട്ടുണ്ട്. നമുക്ക് ആൻസർ പോവാം. അപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇതാണ്. ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? u മൈനസ് വി കണ്ടുപിടിക്കണം. അപ്പോൾ u മൈനസ് വി ആണിത്. ഫസ്റ്റത്തെ u1 മൈനസ് v1, u2 മൈനസ് v2. അതായത് -3യും -7ഉം ആയിരിക്കും വരിക. ഓക്കെ, u മൈനസ് വി ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് അതിൻ്റെ നോം എടുക്കുക. അതായത് √3 സ്ക്വയർ പ്ലസ് -7 സ്ക്വയർ ചെയ്ത് വരുമ്പോൾ നമുക്ക് √58 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സോ ലെറ്റ്സ് മൂവ് ഓൺ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. ഇത് R4ലെ 2 വെക്ടേഴ്സാണ്, യുവും വിയും. 3 -1 0 -3, 4, 0, 1, 2. ഇത് 2 വെക്ടേഴ്സാണ്. ഇനി ഇതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ u മൈനസ് വി കണ്ടുപിടിക്കണം, എന്നിട്ട് അതിൻ്റെ നോം കണ്ടുപിടിക്കണം. അപ്പോൾ u മൈനസ് വി ചെയ്യുമ്പോൾ ഫസ്റ്റ് 3 - 4 അതെന്താ വരിക? -1 എന്ന് വരും. പിന്നെ -1 -0 എന്ന് പറയുമ്പോൾ അതും -1 വരും. 0 - 1 എന്ന് പറയുമ്പോൾ അതും -1 വരും. -3 -2 എന്ന് പറയുമ്പോൾ -5 വരും. ഇതിൻ്റെ നോം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ഡിജിറ്റിൻ്റെയും സ്ക്വയർ സം ചെയ്യാം. √1 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ പ്ലസ് -5 സ്ക്വയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് √28 ആണ്. ആൻഡ് അത് സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ √7 എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 2 വെക്ടേഴ്സ് യുവും വിയും Rnലെ 2 വെക്ടേഴ്സാണ്. ഈ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. ആൻഡ് അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഇത്. u.v = u1 v1 പ്ലസ് u2 v2 അപ് ടു un vn. ഓക്കെ, ആൻഡ് ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണിത്. u.v = v.u, u.v plus w = u.v plus u.w, c into u.v is equal to c into u.v അല്ലെങ്കിൽ u into cv. ഓക്കെ, v.v = v square. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. v.v ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആൻഡ് എപ്പോഴാണ് ഇത് 0 ആവാൻ ചാൻസ് ഉള്ളൂ? ഓൺലി if v ഈസ് ഈക്വൽ ടു 0. v 0 ആകുമ്പോൾ മാത്രമാണ് എന്ത് v.v 0 ആവുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഇത് കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. ഇത് പഠിച്ചു വയ്ക്കുക, കാരണം ഇത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താ കണ്ടോ, ഇതേപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. മേ ബി ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കാം വരുന്നത്. അപ്പോൾ നമുക്ക് യുവും വിയും w ഇതേപോലെ തരും, എന്നിട്ട് u.v ഇതേപോലെയുള്ള കണ്ടുപിടിക്കാനായിരിക്കും പറയാം. സോ അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന u = 2, -2, 5, 8 ആൻഡ് w = -4, 3. u.v എന്ന് പറയുന്നത് എന്താണ്? u.v ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. u.v എന്ന് പറയുമ്പോൾ u1 v1 2 × 5, u2 v2 -2 × 8. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് -6. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? u.v × w. ഓക്കെ, അപ്പോൾ u.v നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ച പോലെ u1 v1 2 × 5, u2 v2 -2 × 8 ചെയ്യുമ്പോൾ നമുക്ക് -6 എന്ന് കിട്ടും അല്ലേ. ഇനി നമുക്ക് u.v × w ആണ് ചെയ്യേണ്ടത്. w നമുക്ക് തന്നേക്കുന്നത് -4, 3. അപ്പോൾ നമുക്കിത് u.v ചെയ്യുമ്പോൾ ഒരു സ്കെയിലറാണ് കിട്ടുക. ഈ സ്കെയിലർ ഇതിൻ്റെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് -6 × -4 എന്താണ് നമുക്ക് കിട്ടുക? 24 എന്ന് വരും, -6 × 3 -18 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സി u = 2, -2, v 5, 8 ആൻഡ് w -4, 3 ആണെന്ന് നമുക്കറിയാം. കണ്ടുപിടിക്കേണ്ട u.2v ആണ്. അപ്പോൾ u.2v എന്ന് പറയുമ്പോൾ നമുക്കിതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ആദ്യം
നമ്മൾ പഠിച്ച ആ പ്രോപ്പർട്ടിയിലുണ്ടായിരുന്നു 2 ഇൻറ്റു യു ഡോട്ട് വി നമുക്ക് ചെയ്യാൻ പറ്റും. യു ഡോട്ട് വി നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തില്ലായിരുന്നു -6 എന്ന്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. 2 ഇൻറ്റു -6 ദാറ്റ് ഇസ് ഈക്വൽ ടു -12. ഇതുകൊണ്ടാണ് ആ പ്രോപ്പർട്ടീസ് എല്ലാം പഠിക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യു 2, -2 വി 5, 8 ആൻഡ് ഡബ്ല്യു -4, 3 നമുക്കറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോം ഡബ്ല്യു സ്ക്വയർ. ഇതും നമ്മുടെ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞായിരുന്നു. നോം ഡബ്ല്യു സ്ക്വയർ എന്ന് പറയുന്നത് ഡബ്ല്യു ഡോട്ട് ഡബ്ല്യു ആയിരിക്കും. ദാറ്റ് ഇസ് ഈക്വൽ ടു -4 ഡോട്ട് -4 പ്ലസ് 3 ഡോട്ട് 3 ദാറ്റ് ഇസ് ഈക്വൽ ടു 25. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു ഡബ്ല്യു ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താകും? ഡബ്ല്യു വിൽ ബി -8, -6 എന്ന് നമുക്ക് കിട്ടും. ആൻഡ് വി -2w ചെയ്യണം. അപ്പോൾ 5 -8 ആൻഡ് 8 -6 അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 13, 2 എന്ന് കിട്ടും. ആൻഡ് യു ഡോട്ട് ഈ സാധനം ചെയ്യണം. അടുത്തത് യു എന്തായിരുന്നു? 2, -2 ആണ് അല്ലേ? അത് ചെയ്ത് കഴിയുമ്പോൾ 2 ഇൻറ്റു 13 പ്ലസ് -2 ഇൻറ്റു 2 ദാറ്റ് ഇസ് 26 -4 ദാറ്റ് ഇസ് ഈക്വൽ ടു 22 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടതെന്ന്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനോട് നമുക്ക് നോക്കാം. ഇത് വേറെ ടൈപ്പ് ചോദിക്കുന്നതാണ്. ഇതിനകത്ത് യു ഡോട്ട് യു, യു ഡോട്ട് വി, വി ഡോട്ട് വി ഒക്കെ തരും. എന്നിട്ട് ഇതേപോലെ നമുക്ക് ഒരു ഇത് തന്നിട്ട് ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. സോ ഇങ്ങനെ കാണുമ്പോൾ പേടിക്കരുത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം എടുക്കുക. ഓക്കെ, എന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്യുക. എന്നിട്ട് അതിനകത്തേക്ക് യു ഡോട്ട് യുവും യു ഡോട്ട് വിയും വി ഡോട്ട് വി ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതാണ് ബേസിക്കലി ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? യു പ്ലസ് 2v ഡോട്ട് 3u പ്ലസ് വി. അപ്പോൾ ഈ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു ഇൻറ്റു 3u ചെയ്യുക, യു ഇൻറ്റു 3u പ്ലസ് വി ചെയ്യുക. 2v പ്ലസ് 2v ഇൻറ്റു 3u പ്ലസ് വി എന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റത്തില്ലേ? അതാണ് ഈ ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പിനകത്ത് ഞാൻ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുകയാണ്. യു ഇൻറ്റു 3u പ്ലസ് യു ഇൻറ്റു വി എന്ന് ഞാൻ സിംപ്ലിഫൈ ചെയ്തു. ഇത് സിമിലർലി 2v ഇൻറ്റു 3u പ്ലസ് 2v ഇൻറ്റു വി എന്നും ഞാൻ സിംപ്ലിഫൈ ചെയ്ത സ്റ്റെപ്പാണിത്. ഓക്കെ, ഇനി ഇത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ കിട്ടുന്നതാണ് 3 ഇൻറ്റു യു ഡോട്ട് യു പ്ലസ് യു ഡോട്ട് വി, 6 ഇൻറ്റു വി ഡോട്ട് യു ആൻഡ് 2 ഇൻറ്റു വി ഡോട്ട് വി. റീഅറേഞ്ച് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ആൻഡ് യു ഡോട്ട് വി ഈസ് ഈക്വൽ ടു വി ഡോട്ട് യു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഈ രണ്ട് ടേം കൂടെ നമുക്ക് കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? 7 ഇൻറ്റു യു ഡോട്ട് വി എന്ന് കിട്ടും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ വരെ എത്തും. 3 ഇൻറ്റു യു ഡോട്ട് യു, 7 ഇൻറ്റു യു ഡോട്ട് വി, 2 ഇൻറ്റു വി ഡോട്ട് വി. ഓക്കെ, ഇനി നമ്മൾ യു ഡോട്ട് യു, യു ഡോട്ട് വി, വി ഡോട്ട് വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 3 ഇൻറ്റു 39 പ്ലസ് 7 ഇൻറ്റു -3 പ്ലസ് 2 ഇൻറ്റു 79 ദാറ്റ് ഇസ് 254. ഓക്കെ, ഓക്കെ ഗൈസ്, നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കൗച്ചി ഷ്വാർട്സ് ഇനീക്വാളിറ്റിയാണ്. അതായത് പേര് കണ്ട് പേടിക്കൊന്നും വേണ്ട, ഇത്രേ ഉള്ളൂ. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് യു ഡോട്ട് വി ഇസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം യു ഇൻറ്റു നോം വി. ഇത് നമുക്ക് യുവും വിയും തന്നിട്ട് പ്രൂവ് ചെയ്യാൻ പറയും. ക്വസ്റ്റൻ എങ്ങനെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. So ഇതാണ് ക്വസ്റ്റ്യൻ. വെരിഫൈ ദാറ്റ് കൗച്ചി ഷ്വാർട്സ് ഇനീക്വാളിറ്റി ഫോർ യു ഈക്വൽ ടു 1, -1, 3 ആൻഡ് വി ഈക്വൽ ടു 2, 0, -1. ഈ രണ്ട് വെക്ടേഴ്സിനും ഇനീക്വാളിറ്റിയാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ആൻസർ. സോ നമ്മൾ യു ഡോട്ട് വി കണ്ടുപിടിക്കുക. യു ഡോട്ട് വി എന്ന് പറയുമ്പോൾ എന്താണ്? 1 ഇൻറ്റു 2 പ്ലസ് -1 ഇൻറ്റു 0 പ്ലസ് 3 ഇൻറ്റു -1. ആൻഡ് അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആയിരിക്കും. ആൻഡ് സിമിലർലി യു ഡോട്ട് യു കണ്ടുപിടിക്കുക, അത് 11. വി ഡോട്ട് വി കണ്ടുപിടിക്കുക, അത് 5. ഓക്കെ, സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് യു ഡോട്ട് വി വേണം നമുക്ക് അല്ലേ? അതെന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -1 എന്ന് പറയുന്നത് എന്താ? 1 അല്ലേ? ആൻഡ് നോം യു ഇൻറ്റു നോം വി ഫൈൻഡ് ഔട്ട് ചെയ്യണം. നോം യു എന്ന് പറയുന്നത് √ഓവർ യു ഡോട്ട് യു. ഇതെങ്ങനെയാണ് വന്നത്? നമ്മൾ നേരത്തെ ആ പ്രോപ്പർട്ടി കണ്ടില്ലായിരുന്നോ? നോം യു ദ ഹോൾ സ്ക്വയർ. നോം യു ദ ഹോൾ സ്ക്വയർ എന്തായിരുന്നു? യു ഡോട്ട് യു ആയിരുന്നു. അപ്പോൾ ഈ സ്ക്വയർ മാറ്റുമ്പോൾ ഈ നോം യു എന്ന് പറയുന്നത് √ഓവർ യു ഡോട്ട് യു ആവുന്നതാണ്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ രീതിയിൽ നോം യു നോം വി കണ്ടുപിടിച്ചിട്ട് അങ്ങനെയും ചെയ്യാതെ തെറ്റല്ല. ഓക്കെ, അതുകൊണ്ട് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ √55 ആണ്. ഈ √55 എന്ന് പറയുന്നത് 1-നേക്കാളും വലിയൊരു ഡിജിറ്റ് അല്ലേ? അപ്പോൾ എന്താണ് നമ്മൾ പ്രൂവ് ചെയ്തു? 1 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു √55. സോ ഇൻഇക്വാളിറ്റി ഹോൾഡ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആംഗിളാണ്. ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ്. അപ്പോൾ നോം യുവും നോം വിയും പോസിറ്റീവ് ആണെന്ന് നമുക്കറിയാം അല്ലേ? എപ്പോഴും അത് പോസിറ്റീവ് ആയിരിക്കും, കാരണം നമ്മൾ റൂട്ടിനകത്ത് സ്ക്വയർ അല്ലേ അതിൻ്റെ എടുക്കുന്നത്. ആൻഡ് യു ഡോട്ട് വിക്കും കോസ് തീറ്റയ്ക്കും എപ്പോഴും സെയിം സൈനും ആയിരിക്കും. പിന്നെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ് എന്താണ് ഈ ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും. ഈ കൊസൈൻ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ പോസിറ്റീവ് ആയിരിക്കും, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എന്താണ്? സൈനാണ് പോസിറ്റീവ്. സോ കൊസൈൻ ഇസ് നെഗറ്റീവ്. ഓക്കെ, കോസ് ഇസ് നെഗറ്റീവ്.
And so the sign of the dot product of two vectors can be used to determine whether the angle between them is acute ആണോ ഒബ്റ്റ്യൂസ് ആണോ എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട്. അതായത് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആണെങ്കിൽ എന്താണ് കോസ് തീറ്റ വിൽ ബി -1. ഇതിവിടെ നോക്കൂ. ഓക്കെ. ആൻഡ് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ യു ഡോട്ട് വി എന്തായിരിക്കും? <0 ആയിരിക്കും. ആൻഡ് യു ഡോട്ട് വി വിൽ ബി ഈക്വൽ ടു 0 വെൻ ഇറ്റ് ഇസ് റൈറ്റ് ആംഗിൾ. അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ യു ഡോട്ട് വി വിൽ ബി ഗ്രേറ്റർ ദാൻ 0. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എന്താണ്? കോസ് തീറ്റ വിൽ ബി 1. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ കോസ് തീറ്റ -1. ഓക്കെ. സോ ഇപ്പോൾ ഈ സാധനം പഠിച്ചു വയ്ക്കുക. ഓക്കെ. അടുത്തായിട്ട് നമ്മൾ മെട്രിക്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അതായത് നമുക്ക് ഈ തന്നിരിക്കുന്ന വെക്റ്റേഴ്സ് മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് യു എന്ന് പറയുന്നത് U1 U2 UN ഒരൊറ്റ കോളമായിട്ട് എഴുതിയിട്ടുണ്ട്. വി എന്ന് പറയുന്നത് V1 V2 VN എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യു ഡോട്ട് വി എന്ന് ഫൈൻഡ് ചെയ്യുന്ന സാധാ പോലെയല്ല. ആസ് ഇറ്റ് ഇസ് മെട്രിക്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഈ ഫോമിലേക്ക് ആക്കണം. യു ട്രാൻസ്പോസ് ഇൻറ്റു വി. ഈ ഒരു ഫോമിൽ പഠിച്ചു വെച്ചാൽ മതി. യു ഡോട്ട് വി ഈസ് ഈക്വൽ ടു യു ട്രാൻസ്പോസ് ഇൻറ്റു വി. ഓക്കെ. അപ്പോൾ U1 U2 അപ് ടു UN, V1 V2 അപ് ടു VN എന്ന് പറയുന്ന 2 മെട്രിക്സ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ആൻസർ വരുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 2 എക്സാമ്പിൾ നോക്കാം. ഓക്കെ. സോ ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്ന യു എന്ന് പറയുന്നത് 2 and 0 എന്നുള്ളൊരു മെട്രിക്സും 3 1 എന്നുള്ളൊരു മെട്രിക്സും. യു ഡോട്ട് വി എന്ന് പറയുമ്പോൾ യു ട്രാൻസ്പോസ് ഇൻറ്റു വി എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ യു ട്രാൻസ്പോസ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ അത് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് കിട്ടുന്ന ആൻസർ വിൽ ബി 6. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ഇസ് യു ഈക്വൽ ടു 1 2 -1 വി 3 -2 4 എന്നും കിട്ടും. ഓക്കെ. ഈ യു ഡോട്ട് വി കണ്ടുപിടിക്കാൻ വേണ്ടി യു ട്രാൻസ്പോസ് എടുക്കുക ആൻഡ് അത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് -5. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഗൈസ്. ഈ പാർട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡീൽ ചെയ്യാം. സോ അൺടിൽ ദെൻ ബൈ.